വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് എന്നൊക്കെ ഇന്നലെ പെട്ടെന്ന് ഉത്തരവിറക്കി എന്നതൊക്കെ അല്ലാതെ ഇപ്പോൾ മുതൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ തന്നെ നേരത്തെ തണ്ണീർക്കൊമ്പൻ ചത്തതിൽ കേസാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ വെടിവെക്കാൻ ഒരു പേടിയുണ്ട് എന്ന് നാട്ടുകാരോട് തന്നെ പറയുകയാണ് ഉദ്യോഗസ്ഥർ പറയാതെ പറയുകയാണ്. അതിൽ സ്വാഭാവികമായും നാട്ടുകാർക്ക് വലിയ രോഷമുണ്ട്. ഉത്തരവിറങ്ങിയിട്ടും അത്തരത്തിൽ വെടിവെച്ച് കൊല്ലാനോ കടുവയെ പിടിക്കാനോ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട്ഫുള്ളായ ക്രിയേറ്റീവായ നീക്കങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ രോഷം, നാട്ടുകാരുടെ പരാതി. ആ രോഷത്തെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കാര്യം അവരുടെ പോയ കാലത്തെ അനുഭവങ്ങൾ പറയുകയാണ്. ഏറ്റവും ഒടുവിൽ 20 മീറ്റർ ദൂരത്തിൽ അടിക്കാട് വെട്ടണം എന്ന് നേരത്തെ തന്നെ പലയാവർത്തി ആവശ്യപ്പെട്ടതാണ്. ഏതോ മീറ്റിങ്ങുകളൊക്കെ ഒന്നും ചെയ്തില്ല എന്നതൊക്കെയുള്ള നാട്ടുകാരുടെ രോഷത്തിന് അവിടെ കാരണമാകുന്നുണ്ട്. അവിടെ DFO അടക്കം CCF അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ സംസാരിക്കുകയാണ്. അത് കുറച്ച് ഉറപ്പായും രോഷത്തിൻ്റെ ഭാഷയിലാണ്. അതിന് കാരണം ഇന്നലെയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഒരു നാട്ടുകാരി, അവരുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ത്രീയെ കടുവ പിടിച്ച് അങ്ങേയറ്റം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ദിവസം ഇന്നലെയാണ്. സ്വാഭാവികമായും ആ പ്രതിഷേധത്തെ ആ അർത്ഥത്തിൽ തന്നെ വേണം മനസ്സിലാക്കാൻ. സുർജിത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, ഇപ്പോഴും ഇന്നലെ ഉത്തരവിറങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഉത്തരവിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി, നിയമപരമായ പ്രശ്നമൊക്കെ കാരണം ഒരു അൺസർട്ടനിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നതാണോ നാട്ടുകാരുടെ പ്രതിഷേധത്തിൻ്റെ കാരണം? യഥാർത്ഥത്തിൽ വെടിവെച്ച് കൊല്ലാൻ പ്ലാൻ ഇല്ലേ സുർജിത്ത്? ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം അതിൽ 3 ഓപ്ഷനാണുള്ളത്. അതിലൊന്ന് കൂട് സ്ഥാപിക്കലാണ്. ആ കൂട് സ്ഥാപിക്കൽ നടപടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് മയക്കുവെടി വെക്കലാണ്. മയക്കുവെടി വെക്കൽ അതും കഴിഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് ആ ഉത്തരവിൽ പറയുന്നത്. സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അതിൽ നിയമപരമായ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് രോഷമുണ്ട്, പ്രതിഷേധമുണ്ട്. ഇവിടെ ധാരാളം ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ധാരാളം സ്ത്രീകളടക്കമുള്ളവർ ഈ ബേസ് ക്യാമ്പിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ചേച്ചി, ഇവിടെ തന്നെയാണോ? ഇവിടെ ഞങ്ങൾ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അതിന് കടുവേനെ പിടിക്കണം തന്നെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം. ഞങ്ങളിവിടെ എസ്റ്റേറ്റിൽ പണിയെടുത്തിട്ട് കഴിയുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഇല്ല. അപ്പോൾ അതിനെ പിടിച്ചേ പറ്റും. നേരം വെളുത്ത് ഞങ്ങൾ കാണുന്നത് ആനേനെ ആയിരിക്കും. കുരങ്ങ് പിന്നെ ഉണ്ടായത് കുരങ്ങ് ഉപദ്രവിക്കാത്തതുകൊണ്ട് നമുക്ക് അതിന് പ്രശ്നമില്ല. എന്നാലും നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല സാറേ. എല്ലാം നാശാക്കി വീട്ടിൽ മൂത്രമൊഴിച്ചിട്ടും തൂറിയിട്ടും എല്ലാം ചെയ്തിട്ട് ഒന്നിനും പറ്റില്ല. ഞങ്ങളെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ സമയം വൈകുന്നേരം 6 മണിയൊക്കെ ആവും. ഇരുടാവണ സമയത്താണ് കുട്ടികളൊക്കെ ഇങ്ങോട്ട് എത്തുന്നത്. ആ സമയത്തൊക്കെ പേടിക്കണ്ട, ഇരുടത്തല്ല വരുന്നത്. പിന്നെ രാവിലെ ഞങ്ങൾ നേരം വെളുക്കാത്ത മുന്നേ തന്നെ പണിക്ക് വരും. അപ്പോൾ ഇതിങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടി തന്നെയല്ലേ. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയായി. ഇപ്പോൾ ആനകൾ സ്ഥിരം വരും. ആന കുരങ്ങ് പിന്നെ എന്നും ഉണ്ട്. ഞങ്ങൾക്ക് പേടി, പുറത്തിറങ്ങാൻ തന്നെ പേടിയാവുന്നു. ഞങ്ങളൊക്കെ പ്രിയദർശിനിയിലെ തോട്ടം തൊഴിലാളികൾ. പ്രിയദർശിനിയിലെ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായും ഇവരുടെ ആശങ്ക വളരെ വലുതുമാണ്. കാരണം പലപ്പോഴും ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആനയെയും മറ്റും കാണുന്നു, ജോലി ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളെ കാണുന്നു, അതൊരു തുടർച്ചയാകുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആശങ്ക ആളുകളെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ബേസ് ക്യാമ്പിനകത്ത് പ്രതിഷേധം തുടരുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. 200 മീറ്റർ അപ്പുറത്തു നിന്നാണ് രാത്രി വീണ്ടും പട്ടിയെ പിടിച്ചത്. ഉദ്യോഗസ്ഥർ എല്ലാ രീതിയിലും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷവും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പട്ടിയെ പിടിക്കുക. കടുവ ഇന്നലെ രാത്രിയും കൊന്ന സ്ഥലത്ത് വന്നിരുന്നു. അവരുടെ ക്യാമറയിൽ കിട്ടിയിരുന്നു. അവരിപ്പോഴും ആ കടുവയാണോ എന്ന് നോക്കാൻ വേണ്ടി വിഷ്വൽ എവിടെയോ അയച്ചു കൊടുത്ത് കാത്തിരിക്കുന്നതാണ്. ഇങ്ങനെ ജനങ്ങളെ ഭീതിപ്പെടുത്തി കുട്ടികൾ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിന് ഒരു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെയാണ് കഴിഞ്ഞു പോകുന്നത്. അതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം. പ്രതിഷേധം തുടരാൻ തീർച്ചയായും. ഇപ്പം ഇവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്നലെ മന്ത്രിൻ്റെ ആ ചർച്ചയിൽ പറഞ്ഞത് ഇതിന് വെടിവെച്ച് കൊല്ലുമെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലാകുന്നത് വെടിവെച്ച് പോയിട്ട് അതിന് കൂട്ടിന് കയറ്റാൻ വരെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തൊട്ടടുത്ത് 200 മീറ്റർ ദൂരം അവിടെ ഈ സംഭവം നടന്നതിന് 200 മീറ്റർ ദൂരമുള്ളിടത്തു നിന്നാണ് ഈ പട്ടിനെ പിടിച്ച് പോയിട്ടില്ല ഇന്നലെ. അപ്പോൾ ഇവരൊരിക്കലും പക്ഷേ ഞങ്ങൾ എന്ത് സംഭവിച്ചാലും ഇതിനെ ഞങ്ങൾ ഇവരെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. അതാണ് ഞങ്ങളുടെ തീരുമാനം. പുറത്തു പോയില്ല. ഞങ്ങൾ ഈ പരിസരത്ത് തന്നെ കാത്തിരിക്കും. അർദ്ധരാത്രിയാണെങ്കിൽ കിടന്നുറങ്ങാതെ ഞങ്ങൾ കാത്തിരിക്കും. ഇത് തീരുമാനമാകാതെ നാട്ടുകാർ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. എന്തായാലും ഹാഷ്മി, ഇവർ പറയുന്ന വാദം എന്ന് പറയുന്നത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യത്തിൽ ഊന്നി നിൽക്കുകയാണ് നാട്ടുകാർ. ഇതിന് കടുവേനെ വെടിവെക്കാണ്ട് പറ്റൂല. എന്താ വെച്ചാൽ 2 ദിവസമായി കുട്ടികളെ റൂമിലിട്ട് തന്നെ ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് എന്ന് കുട്ടികളെ സ്കൂളിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ മന്ത്രി പറഞ്ഞു ഇതിനെ എന്തായാലും വെടിവെച്ച് കൊല്ലുന്നു. ഇന്ന് പറയുന്നത് വെടിവെച്ച് കൊല്ലൂലെന്ന്. അത് നടക്കില്ല സാറേ. വെടിവെച്ച് കൊല്ലാണ്ട് നമുക്ക് സമ്മതിക്കില്ല. ഞങ്ങൾ സമരത്തിന് തന്നെ ഇറങ്ങും. ഇതിനെ പിടിച്ച് കൊല്ലുന്നവരെ ഞങ്ങൾ സമരത്തിന് ഇറങ്ങും. അതാണ് ഞാൻ ഇന്നലെ സാറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിച്ചിരുന്നു. ഇതൊരു ആളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മന്ത്രി ഇന്നലെ പറഞ്ഞാണ്. അത്രയും ജനങ്ങളുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്കറിയാലോ.
അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാനിവിടെ താമസിക്കുന്നതേ ഇന്നലെ ഒന്നും ഉറങ്ങില്ല. ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഉദ്യോഗസ്ഥർ ആ പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് വന്നിട്ടില്ല. ഇവിടെ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ തൊട്ട് താഴെ ഞങ്ങൾ താമസിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ വെറുതെ വിടുന്നില്ല. അത് മാത്രമല്ല, ഈ കടുവയെ കൊണ്ടുപോയി വിട്ടതായിട്ടാണ് അറിവ്, കൊണ്ടുപോയി വിട്ടതായിട്ടാണ് അറിവ്. കാരണം ഇവർ തറവാട്ട് ഭാഗത്ത് വന്ന് കുറിച്ച സമുദായക്കാരോട് മാത്രം ഇവർ പറഞ്ഞു, ഇങ്ങനെ പിന്നെ പോകരുത്, കാട്ടിൽ പോകരുത്, 3-4 ആൾ കൂടി പോകണം, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇവർക്കൊരു ജനകീയ കമ്മിറ്റി വിളിക്കാമല്ലോ. അപ്പോൾ കൊണ്ടുപോയി വിട്ടതായിട്ടാണ് ഞങ്ങളുടെ 100% ഉറപ്പ്. ഇനി അവ കടന്നിട്ടുണ്ടെങ്കിൽ ഇവർ ജനങ്ങളോട് പറയണ്ടേ? എന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞ് തന്നെ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ സംസ്ഥാനത്തിന് വനവകുപ്പ് മന്ത്രി എവിടെ? ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് സംസ്ഥാനത്തിന് വനവകുപ്പ് മന്ത്രി. ഇവിടെ ഇത്ര ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. ആ കുടുംബത്തെ ഒന്നും വിളിച്ചില്ല. വനം വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിച്ചില്ല. വനം വകുപ്പിന്റെ വളരെ കൃത്യമായ കൃത്യവിലോപം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വനവകുപ്പ് മന്ത്രി വരട്ടെ, കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അദ്ദേഹം ഉണ്ടാവണ്ടേ? അദ്ദേഹം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയല്ലേ? അദ്ദേഹം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തീരുമാനങ്ങൾ പറയുന്നില്ല. ഇവർ പറഞ്ഞ പഴയ പല്ലവിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതും ഞങ്ങൾക്ക് ആവശ്യമില്ല. 2 ദിവസമായി ഇവിടുത്തെ മുഴുവൻ ആൾക്കാരും ഈ റോഡിൽ നിൽക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് തീരുമാനം ഉണ്ടാവണം. അതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ വനം മന്ത്രി എവിടെ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഈ വയനാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് ശശീന്ദ്രൻ. എന്തുകൊണ്ട് ശശീന്ദ്രൻ മന്ത്രി ഇവിടേക്ക് വരുന്നില്ല എന്നുള്ള ചോദ്യമാണ്. വീട്ടുകാരെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും മന്ത്രി തയ്യാറാകുന്നില്ല. മന്ത്രി എവിടെ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ആളുകൾ ഉയർത്തുന്നു. അതാണ് ഇവരുടെ പ്രതിഷേധത്തിന്റെ മറ്റൊരു കാരണം. മന്ത്രി ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആക്ഷേപം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, വീണ്ടും ഈ കടുവയെ പിടികൂടുന്ന ഒരു അവസ്ഥ, വീണ്ടും കടുവ ഒരു നായ പിടികൂടുന്നൊരവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നത് ഇതിനടുത്ത് തന്നെയാണ്. അതുതന്നെയാണ് ആളുകളുടെ ആശങ്ക.